എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അച്ചപ്പമാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 5 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണിത്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങാപ്പാൽ, ഒരു ചെറിയ മുട്ട, പിന്നെ എള്ള് കഴുകി വെച്ചതാണിത്, 1 ടേബിൾ സ്പൂണോളം എള്ള് കഴുകിയതാണിത്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അല്പം ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. വളരെ പെട്ടെന്ന് അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നല്ലേ നമ്മൾ നോക്കാം. ഇനി നമുക്ക് ഈ കുതിർത്ത അരിയെ വെള്ളമൊന്നും ചേർക്കാതെ വേണം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാലിലാണ് അരി അരച്ചെടുക്കുന്നത്. ഈസി ആയിട്ട് അച്ചപ്പം ഉണ്ടാക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അരിയെ പൊടിച്ച് അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമുക്ക് ഈ പച്ചരിയെ നേരിട്ട് തന്നെ അരച്ചിട്ട് നമുക്ക് അച്ചപ്പത്തിൻ്റെ കൂട്ട് റെഡിയാക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെറും തേങ്ങാപ്പാൽ മാത്രം. അത് 1-ാം പാലായിരിക്കണം. ഇനി ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ഈ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, അല്പം ഞാൻ അവിടെ ബാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. ബാക്കി മധുരം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അല്പം ഉപ്പ്, ഒരു നുള്ളുപ്പ്, പിന്നെ ഒരു കോഴിമുട്ട അതുകൂടെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. മധുരം കുറച്ച് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ കൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള്, അതൊരു ടേബിൾ സ്പൂണോളം അതും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ അധികം ലൂസും അല്ല അധികം തിക്കും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാൻ. അധികം ലൂസായി പോകരുത്, അധികം തിക്കുമായി പോകരുത്. ഇതാ ഈ ഒരു പരുവം. ഇനി ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ കൂട്ട് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിതിനി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് എണ്ണ ഇവിടെ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് ഇതുപോലെ മുക്കി വയ്ക്കണം. എണ്ണ തിളക്കുന്നത് വരെ ഈ അച്ചു കൂടെ ഇതിൽ മുക്കി വയ്ക്കണം. അച്ച് നല്ലവണ്ണം എണ്ണയിൽ മുങ്ങിക്കിടക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ അച്ചപ്പായിട്ട് ചുട്ടെടുക്കാം. അതിന് മുന്നേ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മാവ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിൻ്റെ അടിയിലൊക്കെ ഊറിയിട്ടുണ്ടാവും. ചിലപ്പം നമ്മൾ ഒരു അരമണിക്കൂർ നേരം ഇതിങ്ങനെ തന്നെ വെച്ചതല്ലേ, അപ്പോൾ അതൊക്കെ ഊറിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ നല്ലവണ്ണം ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഈ എണ്ണയിൽ നിന്ന് ഈ അച്ചെടുത്ത് നമ്മുടെ ഈ മാവിലേക്ക് ഒന്ന് മുക്കിക്കൊടുക്കുക. പകുതി വരെ മാത്രമേ, 1/4 ഭാഗം അല്ലെങ്കിൽ പകുതി വരെ ഭാഗം മാത്രമേ നമുക്ക് അച്ച് മുക്കിയെടുക്കാൻ പാടുള്ളൂ. ഇനി ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇത് എണ്ണയിൽ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. എന്നുവെച്ചാൽ നമ്മുടെ അച്ച് നല്ല ചൂടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മാവിൽ മുക്കിയിട്ട് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് വീഴത്തുള്ളൂ. അത് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കണം ഈ അച്ച്. ആദ്യത്തേത് നമുക്കിങ്ങ് എടുക്കാം. നമ്മുടേത് ആദ്യത്തേതായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് അച്ചപ്പം ഉണ്ടാക്കാൻ നിന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ.
ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അച്ചപ്പവും ചുട്ടെടുക്കാം.